സംഭവിച്ചത് സംഭവിച്ചു പോയി. അതിനുശേഷം നിങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞു തൗബ ചെയ്തുവോ? കഅബാലയത്തിന്റെ കില്ല പിടിച്ചു കരഞ്ഞോ? അല്ലാഹുവിന്റെ കഅബാലയത്തെ കണ്ടുകൊണ്ട് കരഞ്ഞോ? നിങ്ങൾ നിങ്ങളുടെ റൂമിന്റെ വീടിന്റെ ഉള്ളിൽ കിടന്ന് മുസല്ല വിരിച്ച് നിങ്ങൾ അല്ലാഹുവിനോട് സുജൂദിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്തുവോ? റബ്ബേ മാപ്പ് തരണേ, അല്ലാഹു എന്നെ നന്നാക്കി തരണേ എന്ന്. അതിനുശേഷം ആ തിന്മയ്ക്ക് ശേഷം നന്മ ചെയ്യുകയും ചെയ്തു. തിന്മ എങ്ങനെയോ സംഭവിച്ചു പോയിട്ടുണ്ട്, എന്നാൽ അതിനുശേഷം നന്മ ചെയ്യണം, സ്വതക്ക ചെയ്യണം, ദാനധർമ്മം ചെയ്യണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, നിസ്കാരങ്ങൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും തിന്മകൾക്ക് ശേഷം അല്ലാഹുവിലേക്ക് മടങ്ങുകയും നന്മ ചെയ്യുകയും ചെയ്താൽ ഫഅന്നഹു ഗഫൂറുർ റഹീം, നിങ്ങൾ ഇന്ന് കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു തരും, അല്ലാഹു മാപ്പ് തരും. അല്ലാഹു മാപ്പ് തന്നാൽ പിന്നെ അത് പറഞ്ഞുകൊണ്ട് റബ്ബ് നിങ്ങളെ ആക്ഷേപിക്കില്ല. ആ തെറ്റുകളെ നാളെ പരലോകത്ത് നിങ്ങളുടെ റെക്കോർഡിൽ പോലും അല്ലാഹു കാണിക്കുകയില്ല. ഇന്നത്തെ ഈ രാത്രിയിലെ ഇന്നത്തെ ഈ സെക്കൻഡിൽ നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. നാളെ രാവിലെയല്ല, ഇന്ന് വേല കഴിഞ്ഞ് വിട്ടു പോയിട്ടല്ല, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ സെക്കൻഡിൽ ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. അല്ലാഹുമ്മ തുബ്നാ ഇലൈക്. പടച്ചവനെ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ ജീവിച്ചു. എത്ര പേര് മരിച്ചുപോയി കൊറോണയിൽ, എത്ര ചെറുപ്പക്കാർ മരിച്ചു. ഇങ്ങനെ മറക്കാൻ സമയമായതൊക്കെ എത്ര ചെറുപ്പക്കാർ, എത്ര ഡോക്ടർമാർ മരിച്ചു, എത്ര നഴ്സുമാർ മരിച്ചു, എത്ര ആളുകൾ അല്ലാഹു കൊണ്ടുപോയി. വളരെ ചുരുങ്ങിയ ഒരു കാലം, അങ്ങറ്റമെത്തിയാൽ ഒരു 100 കൊല്ലം അല്ലേ, ഒരു 110 അത്രയൊന്നും എത്തൂല. എന്റെ ഉമ്മത്തികളുടെ ലൈഫ് സ്പാൻ 60-ന്റെയും 70-ന്റെയും ഇടയിലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖലീലും മൻ യുസാവിജുഹാ, അത് കഴിഞ്ഞു കിടക്കുന്ന 70 കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്ന ആളുകൾ വളരെ കുറച്ചേ എന്റെ ഉമ്മത്തിലുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്കൊരുങ്ങേണ്ട സമയമായി. അനന്തമായ യാത്രക്ക് മക്കളോ പേരക്കുട്ടികളോ കൈപിടിക്കാൻ കൂടെയില്ലാത്തൊരു യാത്രക്ക് നമ്മൾ ഒരുങ്ങാൻ സമയമായി. ഭാര്യ കൂടെയില്ലാത്തൊരു നേരത്ത്, മക്കൾ കൂടെയില്ലാത്ത നേരത്ത്, കൊച്ചുമക്കൾ ഓടി വന്ന് വാരിപ്പുണർന്ന് ഉമ്മ വെച്ചുപ്പ ഉമ്മ എന്ന് പറയാൻ കൂടെയില്ലാത്ത ഒരു യാത്രയിലേക്ക് നീങ്ങുകയാണ് നമ്മൾ. കൂട്ടുകാരടോ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, പാറ പോലെ നിന്റെ ചങ്കാണ് ഞാൻ എന്ന് പറയുന്ന ചങ്ക് കൂട്ടുകാരനെ ഖബറിൽ കാണാൻ കിട്ടില്ല. നിങ്ങളും നിങ്ങൾ ചെയ്ത പ്രവർത്തനവും മാത്രമേ നിന്റെ കൂടെയുള്ളൂ. അല്ലാഹു തആല എന്നാലും പറയുന്നു, കതബ റബ്ബുകും അലാ നഫ്സിഹി റഹ്മ. നിങ്ങളെ ശിക്ഷിക്കണമെന്നല്ല ഞാൻ തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് റഹ്മത്ത് തരണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? من عمل منكم أنه من عمل منكم سوءا بجهالة ثم تاب. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ തിന്മ ചെയ്തില്ലേ, ആ തിന്മകൾക്ക് പകരം അതിനുശേഷം നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയോ, തൗബ ചെയ്തോ നിങ്ങൾ, വഅസ്ലഹ, അതിനുശേഷം തൗബ ചെയ്തെന്ന് മാത്രമല്ല നന്മകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ മസ്ജിദുകൾ ഇബാദത്ത് കൊണ്ട് സജീവമാകണം. നമ്മുടെ നിസ്കാരങ്ങളിൽ ജമാഅത്തുകളിൽ നമ്മുടെ മക്കൾ എത്തണം. വഅസ്ലഹ, അങ്ങനെയാണെങ്കിൽ ഫഅന്നഹു ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു തരാൻ ഒരുക്കമാണ്. അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനാണ്, നിങ്ങളെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങി വാ, അല്ലാഹു സ്വീകരിക്കാൻ ഒരുക്കമാണ്. തൗബ ചെയ്ത് മടങ്ങി വാ, അല്ലാഹു നമ്മളെ വിളിക്കുകയാണ്. ഈ ഒരു യാത്രയാണ് സജ്ജനങ്ങൾ നടത്തിയ യാത്ര. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.